السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ബഹുമാനം നിറഞ്ഞ MVSന്റെ ഇഷ്ക് മജ്ലിസിന്റെ സംഗമത്തിലെ അധ്യക്ഷൻ നാസർ സാഹിബ്, മഹല്ല് ജമാഅത്ത് പ്രസിഡന്റാകുന്ന നാസർ സാഹിബ് അവറുകളെ, കമ്മിറ്റിയുടെ മറ്റ് ഭാരവാഹികളെ, MVSന്റെ ഭാരവാഹികളെ, UAE ജമാഅത്ത് ഭാരവാഹികൾ, നമ്മുടെ വേദിയിലെ ഷുക്കൂർ കുതിരിൽ നമ്മുടെ ചെയർമാൻ സംഘാടക സമിതിയാണ്, കാസിം കുശവൻ വളപ്പ് സെക്രട്ടറി സംഘാടക സമിതി, അബ്ദുൽ സത്താർ സാഹിബ് PTA പ്രസിഡന്റ്, ബഷീർ കരവാക്കോട് പ്രസിഡന്റ് ജമാഅത്ത് കമ്മിറ്റി UAE, അബ്ദുള്ള ഷാലിമാർ പള്ളത്തോട് ഉപദേശ സമിതി അംഗം ജമാഅത്ത് കമ്മിറ്റി, ജാഫർ കുതിരിൽ ട്രഷറർ MVS, ഖാദർ ചോലിയോട് കൺവീനർ സംഘാടക സമിതി, അസ്ലം നെയ്സ് ട്രഷറർ സംഘാടക സമിതി, അബ്ദുൽ താഹിർ അസ്ഹരി ഉസ്താദ്, നമ്മുടെ മൊദിൻ ഉസ്താദ്, ഷംസുദ്ദീൻ ഉസ്താദ്, നമ്മുടെ സദർ ഉസ്താദ്, അതുപോലെ ഹുദവി ഉസ്താദ്, വേദിയിലെ മറ്റുള്ള ഉസ്താദുമാർ, നേതാക്കന്മാർ. ഞാൻ ആമുഖം നീട്ടില്ല, കുറച്ച് സമയം അനുവദിച്ചിട്ടുള്ളൂ, 5 മിനിറ്റാണ്. കാരണം നമ്മൾ ഇന്ന് ഏറ്റവും പവിത്രമായ ഒരു രാവിലാണുള്ളത്. പള്ളിയിൽ വെച്ച് മൗലിദും യാസീനോദലും ദുആയും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് MVSന്റെ ഈ പരിപാടിയിൽ നമ്മൾ ഒത്തുകൂടിയത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്രാഉം മിഅ്റാജും നടന്ന ഈ രാവ് എന്തുകൊണ്ടും മഹനീയമാണ് MVSന്റെ ഈ പരിപാടി എന്ന് ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം പുണ്യ നബിയുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിൽ സന്തോഷിക്കുന്നത് പോലെ തന്നെ നബിയുടെ ഇസ്രാ മിഅ്റാജിലും സന്തോഷം പ്രകടിപ്പിക്കൽ വളരെ പുണ്യമുള്ളതും, അതുപോലെ നബിയുടെ മദ്ഹുകൾ അന്ന് പറയുക എന്നുള്ളതും പുണ്യമുള്ളതാണ്. എപ്പോഴും പുണ്യമുള്ളതാണെങ്കിലും പ്രത്യേകമായ പവറുകൾ രാവുകൾക്കുണ്ട്. പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന രാവുകൾ എണ്ണപ്പെട്ടതിൽ ഈ രാവ് ഉൾപ്പെട്ടിട്ടുണ്ട്, ഈ മാസം ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കൂടുതലൊന്നും പറയുകയല്ല, അതിനുള്ള സമയവും അനുവദിക്കുന്നില്ല. വലിയൊരു സംവിധാനമാണ് MVS പെരുമ്പളയിൽ ഒരുക്കിയത്. 50 വർഷം പിന്നിടുമ്പോൾ മഹല്ലിന് കരുത്തും എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് മഹല്ല് ജമാഅത്ത് തിരിച്ചും അങ്ങോട്ട് MVSന് എല്ലാവിധ കരുത്തും പിന്തുണയും നൽകി എല്ലാവിധ രംഗങ്ങളിലും അവരോടുകൂടെയും അവർ ഈ കമ്മിറ്റിയോടുകൂടെയും ഒക്കെ നിലകൊണ്ടുപോകുന്ന കാലങ്ങളാണ് എക്കാലത്തും ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഫലമായി തന്നെ ഇന്നത്തെ രാവ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്രായിലൂടെയും മിഅ്റാജിലൂടെയും സ്വായത്തമാക്കിയ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ഞാൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് മനുഷ്യ കഴിവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ, ഒരു ശാസ്ത്രജ്ഞൻ ചിന്തിക്കുമ്പോൾ ഓരോരുത്തരുടെയും കഴിവുകൾ വ്യത്യസ്തമായിരിക്കും, കണ്ടുപിടുത്തങ്ങൾ വ്യത്യസ്തമായിരിക്കും. എന്നാൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും എല്ലാവരെക്കാളും ശ്രേഷ്ഠരാണ്. എന്തുകൊണ്ടെന്നാൽ എന്തിനേറെ മൂസാ നബി പോലും അള്ളാഹുമായിട്ടൊന്ന് സംസാരിക്കാൻ, അള്ളാഹുവിനൊന്ന് കാണുവാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അവസരം ഒരുക്കിയിട്ട് ആ അവസരത്തിൽ പോലും തന്റെ കണ്ണുകൊണ്ട്, തന്റെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് അത് കാണാൻ കഴിയാതെ വഖറ മൂസ സ്വഇഖ എന്ന് കാണാം വിശുദ്ധ ഖുർആനിൽ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബോധം കെട്ടു വീണു പർവ്വതത്തിൽ. എന്നാൽ ഈ 7 ആകാശങ്ങളും കീഴടക്കിക്കൊണ്ട് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിശാപ്രയാണം നടത്തിയെങ്കിൽ
ഒരുപാട് പാഠങ്ങൾ അതിൽ ഉൾക്കൊള്ളേണ്ടതുണ്ട്. കോടാനുകോടി നക്ഷത്രങ്ങൾ വാനലോകത്ത് ഉണ്ട് എങ്കിൽ, ആകാശലോകത്ത് ഉണ്ട് എങ്കിൽ, ആ നക്ഷത്രങ്ങളും മറ്റുള്ള ഗോളങ്ങളും ഒക്കെ കീഴടക്കുവാൻ വേണ്ടി മനുഷ്യൻ അവന്റെ കഴിവുകൾ ഉപയോഗിച്ച് ബഹിരാകാശത്തേക്ക് പേടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സഞ്ചരിക്കുമ്പോ ഒരു ആകാശത്തും കാലുകുത്താൻ അവർക്ക് ഇന്നേ വരെ സാധിച്ചിട്ടില്ല, കുത്താൻ സാധിക്കുകയുമില്ല. അള്ളാഹുവിന്റെ അടുക്കലുള്ള കഴിവുകൾ അതങ്ങനെയാണ്. അത് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയില്ല. എന്തിനേറെ ഇന്നും ഭൂമിയിലേക്ക് പ്രകാശങ്ങൾ പതിപ്പിക്കാത്ത നക്ഷത്രങ്ങൾ വാനലോകത്ത് ഉണ്ട് എങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ പ്രകാശം ഭൂമിയിലേക്ക് പതിക്കാത്ത നക്ഷത്രങ്ങളും ഉണ്ട്. അതെല്ലാം കീഴടക്കിയും കൊണ്ട് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സിദ്റത്തുൽ മുൻതഹയിലെത്തി 5 വഖത്ത് നിസ്കാരം സമ്മാനമായിട്ട് അവസാനം തിരിച്ചു പോന്നു. 50 ചുരുക്കി ആ ചരിത്രം പറയുകയില്ല. ആ 5 വഖത്ത് നിസ്കാരം നിർവഹിച്ചും കൊണ്ട് നമ്മൾ മടങ്ങുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് കനിഞ്ഞേകിയ ഈ വിശുദ്ധമാക്കപ്പെട്ട മാസത്തിൽ, പവിത്രമായ മാസത്തിൽ, അല്ലാഹു എണ്ണിയ ഈ മാസത്തിൽ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മനസ്സാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. റമളാനിലേക്ക് എത്തിക്കണം എന്നുള്ള ആ പ്രാർത്ഥന ഉണ്ടല്ലോ, ബറക്കത്ത് ചെയ്യാനുള്ള പ്രാർത്ഥന. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. 5 നേരവും നിസ്കരിച്ചും അല്ലാതെയും ഒക്കെ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യാം. കാരണം ആരൊക്കെ അടുത്ത റമദാൻ ഉണ്ടാകുമെന്ന് അറിയില്ല. നമുക്കറിയാം, ഇന്ന് സമസ്തയുടെ, നമ്മുടെ മഹല്ലത്തിൽ സമസ്തയുടെ സമ്മേളന പ്രഖ്യാപനവുമായൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് സംവിധാനങ്ങളൊക്കെ UAE ജമാഅത്തും മഹല്ല് ജമാഅത്തും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ എന്തായി സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിലൊരുപാട് കഷ്ടപ്പെട്ടവരാണ് ഇവിടുത്തെ MVS-കാർ. ഈ സന്ദർഭത്തിൽ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഇതൊക്കെ ചെയ്യുന്നത് ദീനിന് വേണ്ടിയാണ്. എന്നാൽ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ 100-ാം വാർഷികത്തിൽ പോലും പങ്കെടുക്കാൻ കഴിയുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ ഒരു തൗഫീഖാണ്, നമുക്കറിയാമല്ലോ, US എടുത്ത് വഫാത്തായി. അള്ളാഹു തആല മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അവരൊക്കെ 100-ാം വാർഷികത്തിന്റെ തുടക്കത്തിലും എന്തിനാണ് കാസർഗോഡ് നടന്ന ആ സമ്മേളനത്തിൽ പോലും സുഖമില്ലാതിട്ട് കൈപിടിച്ച് വന്നിട്ടുണ്ട്. അവര് നമ്മളെ നാട്ടുകാരാണ് അവരൊക്കെ. അള്ളാഹുവിന്റെ തൗഫീഖ് വേണം. ഞാൻ പറഞ്ഞു വരുന്നത് ആ തൗഫീഖ് വലുതാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ അള്ളാഹിൽ എത്താൻ കഴിയുള്ളൂ. ആ തൗഫീഖിന് വേണ്ടി നമ്മളെല്ലാവരും ദ്വാരക്കുക. നമ്മുടെ മനസ്സിനെ സജ്ജമാക്കുക, നമ്മുടെ ശരീരത്തെ സജ്ജമാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സംവിധാനങ്ങൾക്ക് ഒരുപാട് ആളുകൾ സംഭാവന നൽകിയിട്ടുണ്ട്, ധാരാളം ആളുകൾ സംഭാവന നൽകിയിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, ഇനിയും നൽകേണ്ടതുണ്ട്. വലിയ ഭാരിച്ചതായ ഉത്തരവാദിത്തമാണ് MVS ഏറ്റെടുത്ത് ഇവിടെ നിർവഹിക്കാൻ 3 ദിവസം കൊണ്ട് ചെയ്യാൻ പോകുന്നത്. അള്ളാഹു അവരിൽ നിന്നതൊക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് കരുത്തും സാമ്പത്തിക സഹായവും ഒക്കെ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നും ആളുകളുടെ ഭാഗത്തു നിന്നും അള്ളാഹു നൽകുമാറാവട്ടെ. അള്ളാഹു അവർ നൽകിയ ഉദ്ദേശങ്ങൾ എന്തിനു വേണ്ടിയാണോ അതൊക്കെ അള്ളാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പുണ്യവാക്യത്തിൽ ഈ സംഗമം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.